ഹരി ഓം. ശ്രീരാമജയം. ഗർഗമുനിയാൽ രചിക്കപ്പെട്ട ഗർഗഭാഗവതം. അതിലെ ഒന്നാമത്തെ ഖണ്ഡം ഗോലോകഖണ്ഡം. ഗോലോകഖണ്ഡത്തിലെ 11 അധ്യായങ്ങൾ നമ്മൾ ഭഗവാന് ചൊല്ലി സമർപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് 12-ാം അധ്യായം ശ്രീകൃഷ്ണ അവതാരോത്സവമാണ്. പ്രാർത്ഥനയോടെ തുടങ്ങാം. ഓം ഹരി ശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേത്. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ശരദ്ദിഗജപങ്കജ ശ്രിയമതീവ വിദ്വേഷകം മിളിന്ദമുനിസേവിതം കുലിശകഞ്ചചിഹ്നാവൃതം സ്ഫുരത്കനകനൂപുരം ദളിതഭക്തതാപത്രയം ചലദ്യുതിപദദ്വയം ഹൃദി ദധാമി രാധാപതേ. വദനകമലനിര്യദ്യസ്യ പീയൂഷമാദ്യം പിബതി ജനവരോയം പാതു സോയം ഗിരം മേ. ബദരിവരവിഹാര സത്യവത്യാ കുമാര പ്രണതദുരിതഹാര ശാർംഗധന്വാവതാരഃ. സാക്ഷാത് നരനാരായണന്മാരെയും സരസ്വതീ ദേവിയെയും വ്യാസഭഗവാനെയും ശ്രീകൃഷ്ണ ഭഗവാനെയും രാധാദേവിയെയും മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ ആ പാദപത്മങ്ങളിൽ ശിരസ് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് 12-ാം അധ്യായം ഭഗവാന് ചൊല്ലി സമർപ്പിക്കാം. ശ്രീകൃഷ്ണ അവതാരോത്സവം. പരിപൂർണതമനായ ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചു കഴിഞ്ഞു. തൻ്റെ പൂർണ്ണാവതാരമായ ശ്രീകൃഷ്ണ അവതാരം. ഭഗവാനെ ഒരു നോക്ക് കാണുവാനായിട്ട് ഈ ത്രിലോകവാസികളും മഹർഷിമാരും മഹത് ആത്മാക്കളും എല്ലാവരും അവിടേക്ക് പ്രവഹിച്ചുകൊണ്ടേയിരുന്നു. ഗോകുലവാസികൾ തങ്ങൾ ജന്മജന്മങ്ങളായി തപസ് ചെയ്തതിൻ്റെ പുണ്യം കോടി കോടി വർഷങ്ങളായിട്ട് തപസ് ചെയ്ത് കാത്തിരുന്ന ആ സുദിനമാണ് അന്ന് വന്നെത്തിയിരിക്കുന്നത്. അവരുടെ ചിത്തത്തിൽ ആനന്ദം അലയടിച്ചുകൊണ്ടേയിരുന്നു. എന്തെന്നറിയാത്ത ആനന്ദം പ്രവഹിച്ചുകൊണ്ടേയിരുന്നു. അവർക്കറിയില്ല തങ്ങളുടെ പൂർവജന്മങ്ങളെ പറ്റിയൊന്നും. പക്ഷേ നന്ദഗോപർക്കും യശോദാമ്മയ്ക്കും കുറേ നാളുകളായിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാവാതിരുന്ന ഒരു കുട്ടി ഉണ്ടായതിൻ്റെ സന്തോഷമാണ് അവിടെ എവിടെയും തിങ്ങി നിറഞ്ഞിരുന്നത്. പക്ഷെ അതിലുപരി അവരുടെ ചിത്തത്തിൽ ആനന്ദം വന്ന് പ്രവഹിച്ചുകൊണ്ടേയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന സസ്യലതാദികളും പക്ഷിമൃഗാദികളും എല്ലാവരിലും ആ ആനന്ദത്തിൻ്റെ ആ തിരതല്ലൽ ഉണ്ടായിരുന്നു. ഗോകുലവാസികളെല്ലാം സന്തോഷം കൊണ്ട് ആനന്ദം കൊണ്ട് മതിമറന്ന് പാട്ടുപാടുകയും നൃത്തം വയ്ക്കുകയും പരസ്പരം നിറങ്ങൾ വാരി വിതറുകയും ഒക്കെ ചെയ്തുകൊണ്ടേയിരുന്നു. അവരുടെ ആ ആനന്ദം അവർ എങ്ങനെയാണ് പ്രകടിപ്പിച്ചത് എന്നൊക്കെ നമുക്ക് നോക്കാം. അതാണ് ഇവിടെ 12-ാം അധ്യായത്തിൽ അവതാരോത്സവത്തിൽ ഗർഗമുനി പറയുന്നത്. ശ്രീനാരദ ഉവാച. ഭഗവാന്റെ പരമഭക്തനായ നാരദ മഹർഷിയാണ് ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. നാരദ മഹർഷി ബഹുളാശ മഹാരാജാവിനോട് തുടർന്ന് പറയുകയാണ്. അഥ പുത്രോത്സവം ജാതം ശ്രുത്വാ നന്ദ ഉക്ഷക്ഷണേ ബ്രാഹ്മണാംശ്ച സമാഹൂയ കാരയാമാസ മംഗളം. സവിധിം ജാതകം കൃത്വാ നന്ദരാജോ മഹാമനാഹം വിപ്രേഭ്യോ ദക്ഷിണാഭിശ്ച നന്ദോ ലക്ഷം ഗവാം ദദൗ. ക്രോശമാത്രം രത്നസാനൂൻ സുവർണശിഖരാൻ ഗിരീൻ സരസാൻ സപ്തധാന്യാനി ദദൗ വിപ്രേഭ്യ ആനതഃ. മൃദംഗവീണാശംഖാദ്യാനേതുർദുന്ദുഭയോ മുഹുഃ ഗായകാശ്ച ജഗുർദ്വാരേ നനുതൃർവാരയോഷിതഃ. പതാകൈർഹൈമകലശൈ വിതാനൈസ്തോരണൈ ശുഭൈഃ. അവിടെ ഗോകുലത്തിൽ ഉത്സവം തന്നെയാണ് നടക്കുന്നത്.
രാവിലെ തന്നെ നന്ദഗോപർ ബ്രാഹ്മണരെ വിളിച്ചു വരുത്തി പുത്രൻ ജനിച്ചതിനോടനുബന്ധിച്ച മംഗളകർമ്മങ്ങളെല്ലാം ചെയ്തു. വിധിപൂർവകം ജാതകകർമ്മ സംസ്കാരങ്ങൾ ചെയ്ത് സന്തോഷവാനായ നന്ദഗോപർ ബ്രാഹ്മണർക്ക് 1,00,000 പശുക്കളെ ദാനം ചെയ്തു. ഒരു കോസം വിസ്തീർണമുള്ള ഭൂമിയിൽ സപ്തധാന്യങ്ങൾ കൊണ്ട് ഒരു പർവ്വതം ഉണ്ടാക്കി. അതിൻ്റെ മുകൾവശം രത്നങ്ങളെ കൊണ്ടും സ്വർണം കൊണ്ടും അലങ്കരിച്ചു. അതോടൊപ്പം മധുരപലഹാരങ്ങളും വെച്ചു. അതെല്ലാം നന്ദഗോപർ വിനീതഭാവത്തോടെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. മൃദംഗം, വീണ, ശംഖ്, ദുന്ദുഭി എന്നിവയെക്കൊണ്ട് ശബ്ദഘോഷം മുഴക്കി. നന്ദദ്വാരത്തിൽ ഗായകർ മംഗളഗീതം പാടി നടന്നു. വരാങ്കനമാർ തോരണങ്ങൾ, കൊടികൾ, അനേകം വർണ്ണചിത്രങ്ങൾ എന്നിവയാൽ നന്ദഭവനം ശോഭയാർന്നു. അനേകവർണ്ണൈശ്ചിത്രൈശ്ച ബഭൗ ശ്രീനന്ദമന്ദിരം രഥ്യാ വീഥ്യാശ്ച ദേഹല്യോ ഭിത്തിപ്രാങ്കണവേദികാഃ തോളികാമണ്ഡപസമാരൈജുകിന്ദീജലാംബരൈഃ ഗാവഃ സുവർണശൃംഗശ്ച ഹേമമാലാലസദ്ഗലാം ഖണ്ഡാമഞ്ജീരഝങ്കാരാ രക്തകമ്പലമണ്ഡിതാഃ പീതപുശ്ചാസവത്സാശ്ച തരുണീകരചിഹ്നിതാഃ हरिद्राकुङ्कुमायुक्ताश्चित्रधातुविचित्रिताः बर्हपुष्पैर्गन्धजलैर्वृषाधर्मधुरन्धराः इतस्ततो विरेजु श्रीनन्दद्वारी मनोहरां गोवत्सा हेममालाढ्या मुक्ताहारविराजिताम् इतस्ततो विलङ्घन्ते मञ्जीरचरणासिताम्. നന്ദഭവനം അലങ്കരിച്ചതാണ് പറയുന്നത്. നന്ദഭവനം മാത്രമല്ല, ആ ഗോകുലം നിറയെ അവർ കൊടികളും തോരണങ്ങളായിട്ട് അലങ്കരിച്ചു. തങ്ങളുടെ ഉള്ളിലുള്ള സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. തെരുവുകളും വഴികളും മണ്ഡപങ്ങളും ചുമരുകളും മുറ്റങ്ങളും വേദികളും സുഗന്ധജലം കൊണ്ട് തളിക്കപ്പെട്ടു. വസ്ത്രങ്ങൾ, ചെറിയ കൊടികൾ എന്നിവ തൂക്കി ചിത്രശാലയെ പോലെ ശോഭിച്ചു അവിടെ ഗോകുലമാകെ. പശുക്കളുടെ കൊമ്പുകളിൽ സ്വർണം പൊതിഞ്ഞിരുന്നു. അവയുടെ കഴുത്തിൽ സ്വർണമാലയിട്ടിരുന്നു. അവയുടെ കഴുത്തിലെ ചെറിയ മണികളും കാലിലെ ചിലങ്കകളും ശബ്ദമുണ്ടാക്കിയിരുന്നു. അവയുടെ പുറത്ത് ചുവന്ന നിറത്തിലുള്ള പട്ട് വിരിച്ചിരുന്നു. അവരുടെ ഉപജീവനമാർഗം കൃഷിയും ഗോക്കളെ പരിപാലിക്കലുമാണ്. അപ്പോൾ തങ്ങളുടെ ഉപജീവനമാർഗമായ ആ ഗോക്കളെ അതിനെയും അവർ അവരുടെ സന്തോഷം കണ്ട് പരമാവധി അതിനെയും അലങ്കരിച്ചു എന്നാണ് പറയുന്നത്. ഇപ്രകാരം എല്ലാ പശുക്കളെയും അലങ്കരിച്ചു നിർത്തി അവയുടെ വാലുകൾക്ക് നീല നിറം കൊടുത്തു. അതിൻ്റെ കൂടെ പശുക്കുട്ടികളും ഉണ്ടായിരുന്നു. ആ പശുവിൻ്റെ ദേഹത്ത് സ്ത്രീകൾ അവരുടെ കൈമുദ്ര പതിപ്പിച്ചു എന്നാണ് പറയുന്നത്. കുങ്കുമം, മഞ്ഞൾ എന്നിവയാലും അവ അലങ്കരിക്കപ്പെട്ടിരുന്നു. മയിൽപീലികളാലും പുഷ്പങ്ങളാലും അലങ്കൃതവും സുഗന്ധജലത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടയുമായ മനോഹരമായ കാളകൾ നന്ദഗോപരുടെ ഭവനത്തിന് സമീപം ചുറ്റി നടക്കുന്നുണ്ടായിരുന്നു. പശുക്കളുടെ വെളുത്ത കുട്ടികൾ സ്വർണ്ണമാലകളാലും മുത്തുമാലകളാലും വിഭൂഷിതരായി അവിടെയും ഇവിടെയും തുള്ളിച്ചാടി നടക്കുന്നുണ്ടായിരുന്നു. അവയുടെ കാലുകളിൽ മണികൾ കിളങ്ങുന്നുണ്ടായിരുന്നു. ഈ പശുക്കളെല്ലാം അവിടെ അന്ന് ആ വ്രജത്തിലുണ്ടായിരുന്ന എല്ലാ ആത്മാക്കളും അനേകം ജന്മങ്ങളിൽ തപസ്സു ചെയ്തതിൻ്റെ പുണ്യമായിട്ടാണ് അവിടെ ജനിച്ചിരിക്കുന്നത്. തങ്ങളുടെ പൂർവജന്മ സ്മൃതികളൊന്നും അവയ്ക്കില്ല. പക്ഷേ എല്ലാത്തിൻ്റെയും, പശുക്കളുടെയും പക്ഷികളുടെയും സസ്യലതാദികളുടെയും എല്ലാത്തിൻ്റെയും ചിത്തത്തിൽ ആനന്ദം മാത്രമായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത്. അവർ ആ സന്തോഷത്തിൽ പശുക്കുട്ടികൾ പോലും അവിടെ തുള്ളിച്ചാടി നടക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ശ്രുത്വാ പുത്രോത്സവം തസ്യ വൃഷഭാനുവരസ്തഥാ കലാവത്യാ ഗജാരൂഢോ നന്ദമന്ദിരമായയൗ നന്ദാനവോപനന്ദാശ്ച തഥാ ഷഡ്വൃഷഭാനവഃ നാനോപായാന സംയുക്താ സർവതേപി സമായുയുഃ ഉഷ്ണീഷോപരിമാലാഢ്യാ പീതകഞ്ചുകശോഭിതാ ബദ്ധകുഞ്ചാ ബദ്ധകേശാ വനമാലാ വിഭൂഷണാ വംശീധരാ വേത്രഹസ്താ സുഭദ്രതിലകാർച്ചിതാ ബദ്ധവർണപരികരാ ഗോപാസ്തി അപി സമായയുഃ നൃത്യന്ത്യപരിഗായന്തോ ധുന്വന്തോ വസനാനി ച നാനോപായന സംയുക്താ ശ്മശ്രുലാ
ശ്മശ്രുലാശിശവഃ പരീം ഹയങ്കവീനദുഗ്ധാനാം ദിത്യാജ്യാനാം ബലീൻ ബഹൂൻ നീത്വാ വൃദ്ധായഷ്ടിഹസ്താ നന്ദമന്ദിരമായയുഃ പുത്രോത്സവം വ്രജേശസ്യ കഥയന്ത പരസ്പരം പ്രേമവിഹ്വലഭാവൈ സ്വൈരാനന്ദാശ്രുസമാകുലാഃ ജാതേ പുത്രോത്സവേ നന്ദസ്വാനന്ദാശ്രുകുലേക്ഷണഃ പൂജയാമാസ താൻ സർവാസ്തിലകാദ്യൈർവിധാനതഃ. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ആരാണ് നന്ദൻ, ആരാണ് ഉപനന്ദൻ, ആരാണ് വൃഷഭാനു എന്നതൊക്കെ. അവരുടെ ഉപജീവന മാർഗമായ ആ ഗോക്കളുടെ അതിൻ്റെ എത്രത്തോളം ഗോക്കൾ ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഓരോ പദവികൾ കിട്ടിയിരുന്നത്. നന്ദഗോപരുടെ വീട്ടിലെ പുത്രോത്സവത്തിന്റെ വൃത്താന്തം അറിഞ്ഞും വൃഷഭാനു ഭാര്യ സഹിതം ആനപ്പുറത്ത് കയറി അവിടെ എത്തിയിരുന്നു. വ്രജത്തിലുണ്ടായിരുന്ന 9 നന്ദന്മാരും 9 ഉപനന്ദന്മാരും 6 വൃഷഭാനുമാരും പലതര സമ്മാനങ്ങളുമായി അവിടെ എത്തി. ഇനി അവരുടെ അലങ്കാരത്തെ പറ്റിയിട്ടാണ്, അവരുടെ വേഷവിധാനങ്ങളെ പറ്റിയിട്ടാണ്, അവരുടെ ആ ഗോത്രത്തിൻ്റെ, അവരുടെ ആ യദുകുലത്തിൻ്റെ ഗോത്രത്തിൻ്റെ വേഷവിധാനങ്ങളാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ഭഗവാനെ ചിത്രത്തിൽ വൃന്ദാവനത്തിലെ കണ്ണനായിട്ട് നമ്മൾ കാണുമ്പോഴുള്ള അതേ വേഷവിധാനങ്ങളാണ് അവിടെ ഉണ്ടായിരുന്ന ഓരോ ഗോപാലകന്മാർക്കും ഉണ്ടായിരുന്നത്. അവർ തലയിൽ തലപ്പാവും അതിനു മുകളിൽ മാലയും ധരിച്ചിരുന്നു. മഞ്ഞ നിറത്തിലുള്ള കഞ്ചുകം ധരിച്ച് തലയിൽ മയിൽപ്പീലി ചൂടി വന്ന ഇവരെല്ലാം തന്നെ ഭംഗിയുള്ള വനമാലയും ധരിച്ചിരുന്നു. കൈകളിൽ ഓടക്കുഴലും ചൂരൽ വടിയും ഏന്തി സുന്ദരമായ പത്രരചനയോട് കൂടിയ തിലകം ചാർത്തി നാനാവർണ്ണ വിഭൂഷിതരായി നിരവധി ഗോപാലന്മാരും അവിടെ വന്നു. അവർ നൃത്തം ചെയ്തുകൊണ്ട് വസ്ത്രങ്ങൾ കാറ്റിൽ പറപ്പിച്ചു. യുവാക്കന്മാരും ബാലകന്മാരും അവരവരുടെ ഇഷ്ടമനുസരിച്ച് സമ്മാനങ്ങളുമായി അവിടെ എത്തി. അവർ പുത്രോത്സവ സംവാദത്തിൽ മുഴുകി ആനന്ദാശ്രുക്കൾ പൊഴിക്കുന്നുണ്ടായിരുന്നു. പുത്രോത്സവത്തിൽ ശ്രീ നന്ദഗോപരുടെ ആനന്ദം അളവറ്റതായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ആനന്ദം കൊണ്ട് നിറഞ്ഞിരുന്നു. അദ്ദേഹം അവിടെ എത്തിയ മുഴുവൻ ഗോപന്മാരെയും വിധിപ്രകാരം തിലകം ചാർത്തി ബഹുമാനിച്ചു. അത് അവരുടെ അതിഥികളെ സ്വീകരിക്കുന്ന ഒരു രീതിയായിരുന്നു. അങ്ങനെ ഈ ഗോപന്മാരെയെല്ലാം അദ്ദേഹം യഥാവിധി സ്വീകരിച്ച് തൻ്റെ പുത്രനുണ്ടായതിൻ്റെ സന്തോഷം പങ്കിടാൻ വന്ന് അവരെ സ്വീകരിച്ച് സത്കരിച്ചിരുത്തി. അപ്പോൾ ഈ ഗോപന്മാർ നന്ദഗോപരോട് പറയുകയാണ്, ശ്രീ ഗോപ ഊചുഹു ഹേ വ്രജേശ്വര ഹേ നന്ദ ജാതപുത്രോത്സവസ്തഥാ അനപത്യസ്യേശ്ചതോലമദഃ കിം മംഗളം പരം ദൈവേന ദർശിതം ചേദം ദിനം വോ ബഹുഭിർദിനൈഃ കൃതകൃത്യശ്ച ഭൂതാസ്മോ ദൃഷ്ട്വാ ശ്രീനന്ദനന്ദനം ഹേ മോഹനേതി ദൂരാത്തമംഗന്യീതാ ഗദിഷ്യസി യഥാ ലാലനഭാവേന ഭവിതാനസ്തദാ സുഖം. ഗോപന്മാർ പറയുകയാണ്, അന്ന് നിഷ്കളങ്ക ഹൃദയരായിട്ടുള്ള മനുഷ്യരായിരുന്നു ഉണ്ടായിരുന്നത്. അന്യോന്യം സ്നേഹിച്ചും ദുഃഖം വന്നാൽ അത് അവരുടെ എല്ലാവരുടെയും ദുഃഖമാണ്, സുഖവും സന്തോഷം വന്നാൽ അതും അത് എല്ലാവരുടെയും സുഖവും സന്തോഷമായിട്ടാണ് അവർ കണ്ടിരുന്നത്. നന്ദഗോപർക്കും യശോദാമ്മയ്ക്കും ഒരുപാട് നാളായിട്ട് ഒരു കുട്ടി ഉണ്ടാകാത്തതിൻ്റെ ദുഃഖം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ നന്ദഗോപർക്ക് യശോദാമ്മയ്ക്ക് ഒരു ഉണ്ണി ഉണ്ടായപ്പോൾ ആ സന്തോഷം ആ ഗോപന്മാരിലെല്ലാം പ്രകടമായിരുന്നു. അവർ പറയുകയാണ്, അല്ലയോ വ്രജേശ്വര, അല്ലയോ നന്ദരാജ, താങ്കളുടെ ഭവനത്തിൽ നടക്കുന്ന പുത്രോത്സവം സന്താനഹീനതയുടെ കളങ്കമില്ലാതാക്കുന്നതാണ്. ഇതിനേക്കാൾ മംഗളകരമായി വേറെ എന്ത് ശുഭകാര്യമാണുള്ളത്? ശ്രീ നന്ദനന്ദനെ കണ്ട് കൃതാർത്ഥരാകാനുള്ള ഭാഗ്യം ഈശ്വരാനുഗ്രഹത്താൽ ഇന്ന് ഞങ്ങൾക്ക് സിദ്ധിച്ചു. താങ്കൾ പുത്രനെ എടുത്ത് ഹേ മോഹന എന്ന് പറഞ്ഞുകൊണ്ട് മാറോടണയ്ക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സുഖം ലഭിക്കുന്നു. അവരുടെ ആ ദുഃഖത്തിൽ അവരോടൊപ്പം ഉണ്ടായിരുന്ന ഗോപന്മാരാണ്. ആ കുട്ടി ഉണ്ടായി ആ കുഞ്ഞിനെ എടുത്ത് ആനന്ദാശ്രുക്കളോടെ നന്ദഗോപര് മാറോടണച്ച് സ്നേഹിക്കുന്നതും ലാളിക്കുന്നതും കാണുമ്പോൾ അവരെല്ലാം സന്തോഷം കൊണ്ട് അശ്രുക്കൾ വന്ന് ആനന്ദഭരിതരായി നിൽക്കുകയാണ്. അതാണ് അവിടെ പറയുന്നത്. ശ്രീ നന്ദ ഉവാചാം ഭവതാമാശിഷ പുണ്യാർജാതം സൗഖ്യമിദം ശുഭം ആജ്ഞാവർത്തിഹ്യഹം ഗോപഗോപീനാം വ്രജവാസിനാം. അപ്പോൾ അതീവ
എളിമയോടെ നന്ദഗോപര് പറയുകയാണ്, അല്ലയോ ബന്ധുമിത്രങ്ങളെ, താങ്കളുടെ എല്ലാം ആശീർവാദവും പുണ്യവും കൊണ്ട് ഇന്ന് ഈ ആനന്ദദായകമായ ശുഭദിനം കിട്ടി. ഞാൻ പ്രജവാസികളായ ഗോപീഗോപന്മാരുടെ ആജ്ഞാപാലകനായ സേവകൻ മാത്രമാണ്. തുടർന്ന് നാരദമുനി പറയുകയാണ്, ശ്രീനാരദ ഉവാച ശ്രീനന്ദരാജസുതസംഭവമദ്ഭുതം ച ശ്രുത്വാ വിസൃജ്യ ഗൃഹകർമ്മ തദൈവ ഗോപ്യാം തൂർണം യയുഃ സബലയോർബ്രജരാജഗേഹാനുദ്യത് പ്രമോദപരിപൂരിത ഹ്യന്മനോങ്കാ ആനന്ദമന്ദിരപുരാത് സ്വഗൃഹാത് വ്രജന്ത്യാ സർവാ ഇതസ്തത ഉദ ത്വരയാ വ്രജന്ത്യാം യാനശ്ലധദ്വസനഭൂഷണകേശബന്ധാ രേജുർനരേന്ദ്രപതി ഭൂപരിമുക്തമുക്താ ഝങ്കാരനൂപുരനവാങ്കദഹേമചീരമഞ്ജീരഹാരമണികുണ്ടലമേഖലാഭീം ശ്രീകണ്ഠസൂത്രഭുജകങ്കണബിന്ദുകാഭി പൂർണേന്ദുമണ്ഡലനവദ്യുതിഭിർവിരേജൂം ശ്രീരാജികാലവണരാത്രിവിശേഷചൂർണൈ गोधूमसर्षपयवैकरलालनैश्च उत्तार्य बालकमुखोपरि चाशिषस्था സർവാദദുർനൃപജഗുർജഗദൂര്യശോഭാം. നാരദമുനി പറയുകയാണ്, ഇങ്ങനെ നന്ദഗോപർക്ക് വീട്ടിൽ പുത്രനുണ്ടായ വിവരം ലഭിച്ചപ്പോൾ ഗോപീഗോപന്മാരുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അവരുടെ മനസ്സും ശരീരവും പരമാനന്ദത്തിൽ മുഴുകി. അവർ അനേക ജന്മങ്ങളായിട്ട് കാത്തിരുന്ന ഒരു സുദിനമാണത്. അതൊന്നും അവർക്കറിയില്ല. നന്ദഗോപർക്ക് ഒരു കുഞ്ഞുണ്ടാവാതിരുന്നതിൻ്റെ ദുഃഖം മാറി കുഞ്ഞുണ്ടായി എന്നൊരു സന്തോഷമാണ് അവർക്ക് അറിയാവുന്നത്. പക്ഷെ അവരിൽ ആനന്ദം പ്രവഹിച്ചുകൊണ്ടേയിരുന്നു. അവർ വീട്ടിലെ ജോലികളെല്ലാം അപ്പോൾ തന്നെ നിർത്തി സമ്മാനങ്ങളുമായി വേഗം നന്ദഗോപരുടെ വീട്ടിലേക്ക് ഓടിയെത്തി. സ്വന്തം വീടുകളിൽ നിന്നും നന്ദമന്ദിരത്തിലേക്ക് പോകുന്ന ഗോപികമാർ വഴിനീളെ മുത്തുവിതറി. വേഗത്തിൽ പൊയ്ക്കൊണ്ടിരുന്ന അവരുടെ വസ്ത്രങ്ങൾ, ആഭൂഷണങ്ങൾ, മുടിക്കെട്ട് എന്നിവ ശിഥിലമായവയായിരുന്നു. അവർ അതീവ സുന്ദരിമാരായിരുന്നു. അവരുടെ ആ തപോബലം കൊണ്ട്, തപശക്തി കൊണ്ട് അത്രത്തോളം ചൈതന്യമുള്ളതായിരുന്നു ആ ഗോപിമാരെല്ലാവരും. പ്രത്യേകിച്ച് ആഭരണങ്ങളോ അലങ്കാരങ്ങളോ ഒന്നുമില്ലാതെ തന്നെ അത്രയധികം ഭംഗിയുള്ളതായിരുന്നു. അവരുടെ ആ ആത്മാവിൻ്റെ സൗന്ദര്യമാണ് പുറത്തേക്ക് ഒഴുകിയിരുന്നത്. കിളിങ്ങുന്ന കാൽവളകൾ, സ്വർണമയമായ പാവാടകൾ, മഞ്ചീരങ്ങൾ, മാലകൾ, മണിമയമായ കുണ്ടലങ്ങൾ, അരഞ്ഞാണം, കണ്ഠസൂത്രം, കയ്യിലെ വളകൾ, നെറ്റിയിലെ പൊട്ട് എന്നിവ അവർക്ക് അതീവ സൗന്ദര്യം നൽകി. അവർ മഞ്ഞളിൻ്റെ പ്രത്യേക പൊടി, ഗോതമ്പുമാവ് എന്നിവയൊക്കെ വലിയ പ്രേമത്തോടെ ഭഗവാന്റെ മുഖത്ത് തേച്ചുകൊണ്ട് ഭഗവാനെ ആശീർവദിച്ചു. അവരുടെ സ്നേഹം അവർ പ്രകടിപ്പിച്ചത് അങ്ങനെയൊക്കെയാണ്. അതിനുശേഷം അവർ യശോദാമ്മയോട് പറയുകയാണ്, ഗോപ്യ ഊചുഹും സാധു സാധു യശോദീതി ദിഷ്ട്യാ വ്രജേശ്വരീം ധന്യാ ധന്യ പരാകുക്ഷീരയ്യ പരാകുക്ഷീരയായ ജനിതസ്തുതം ഇച്ഛായുക്തം കൃതം ദേവൈ ദേവേന ബഹുകാലതാം രക്ഷബാലം പത്മനേത്രം സുസ്മിതം ശ്യാമസുന്ദരം. അവർ യശോദാമ്മയോട് പറയുകയാണ്, അല്ലയോ യശോദാമ്മേ, വളരെ നന്നായിരിക്കുന്നു. എന്തൊരു ഭാഗ്യം! ഇന്ന് പരമ സൗഭാഗ്യ ദിവസമാണ്. താങ്കൾ ധന്യയാണ്. താങ്കളുടെ ഗർഭാശയവും അതിലും ധന്യമാണ്. കാരണം അത് ഇപ്രകാരമുള്ള ബാലകന് ജന്മം കൊടുത്തുവല്ലോ. ദീർഘകാലത്തിന് ശേഷം ഈശ്വരൻ താങ്കളുടെ ആഗ്രഹം സഫലമാക്കി. ഈ ബാലകന്റെ മുഖം കമലം പോലെ സുന്ദരമാണ്. ചുണ്ടുകൾ വളരെ മൃദുലമാണ്. അതുകൊണ്ട് നീ കുട്ടിയെ സൂക്ഷിച്ചു പരിപാലിക്കണം. ഗോപികമാരുടെ ഉള്ളിൽ സ്നേഹവും ഭക്തിയും വാത്സല്യവും എല്ലാം വന്ന് നിറയുകയാണ്. യശോദാമ്മയോട് പറയുകയാണ്, ഈ കുട്ടിയെ നന്നായിട്ട് നോക്കണം കേട്ടോ, ശ്രദ്ധിക്കണം എന്നൊക്കെ യശോദാമ്മയോട് അവര് പ്രത്യേകം പറയുകയാണ്. യശോദ ഉവാച ഭവദീയദയാശീർഭിർജാതം സൗഖ്യം ദയാ ച മേ ഭവദീനാമപി വരം ദിഷ്ട്യാ ഭൂയാദദഃ പരം ഹേ രോഹിണീ മഹാബുദ്ധി പൂജനം ദൂവ്രജൗകസാം ആഗതാനാം സത്കുലാനാം യഥേഷ്ടം ഹീപ്സിതം കുരു.
അപ്പോൾ യശോദാമ്മ വളരെ താഴ്മയോടെ വിനീതയായിട്ട് പറയുകയാണ്, അല്ലയോ സഹോദരിമാരെ, നിങ്ങളുടെ എല്ലാം ദയയും ആശീർവാദവും ഒന്നുകൊണ്ട് മാത്രമാണ് എൻ്റെ വീട്ടിൽ ഈ സുഖം വന്നതും ആനന്ദോത്സവം ഉണ്ടായതും. എനിക്ക് മേൽ നിങ്ങളുടെ ദയ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കും ഭാവിയിൽ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇത്തരത്തിലുള്ള സുഖം ലഭിക്കുമാറാകട്ടെ. സഹോദരി രോഹിണി, നിങ്ങൾ വളരെ ബുദ്ധിമതിയാണ്. അപ്പോൾ യശോദാമ്മയുടെ കൂടെ ഉണ്ടായിരുന്നത് രോഹിണി മാതാവാണ്. അപ്പോൾ രോഹിണി മാതാവിനോട് പ്രത്യേകം പറയുകയാണ്, നിങ്ങളെല്ലാം അറിഞ്ഞു കണ്ട് ചെയ്യും എന്നറിയാം, എന്നാലും ഈ ഗോപികമാർ ഉത്തമ കുലത്തിൽ ജനിച്ചവരാണ്. ഇവർക്ക് പൂജയും സ്വാഗത സത്കാരവും ചെയ്യൂ. സ്വന്തം ആഗ്രഹം അനുസരിച്ച് ഇവരുടെ അഭിലാഷം പൂർത്തീകരിക്കൂ. കുഞ്ഞിനെ കണ്ട് ആശീർവദിക്കാൻ വന്ന ആ ഗോപികമാരെ നന്നായിട്ട് സത്കരിക്കുവാനാണ് യശോദാമ്മ രോഹിണി മാതാവിനോട് പറയുന്നത്. ശ്രീ നാരദ ഉവാച രോഹിണി രാജകന്യാഭി തത്കരൗ ദാനശീലിനൗ തത്രാഭിനോദിദാനേ ദദാവതി മഹാമനാ. ഇനി നാരദമുനി തുടരുകയാണ്. രോഹിണി മാതാവിനെ കുറിച്ചാണ് ഇനി വർണ്ണിക്കുന്നത്. രാജാവിൻ്റെ പുത്രിയായിരുന്നു രോഹിണി മാതാവും. അവരുടെ കൈകൾ എപ്പോഴും ദാനശീലമുള്ളതായിരുന്നു എന്നാണ് പറയുന്നത്. ഗൗരവർണാദിവ്യവാസാ രത്നാഭരണഭൂഷിതാം വ്യജരദ്രോഹിണീ സാക്ഷാത് പൂജയന്തി വ്രജൗകസാം പരിപൂർണതമഃ സാക്ഷാത് ശ്രീകൃഷ്ണീ വ്രജമാഗതീം നദത്സു നരതുര്യേഷു ജയധ്വനിരഭൂന്മഹാൻ ദദിക്ഷീരഖ്യതൈർഗോപാ ഗോപ്യോ ഹയങ്കവൈർണവൈഃ. അവർ അതീവ ദാനശീലയായിരുന്നു. കൂടാതെ യശോദാമ്മയുടെ നിർദ്ദേശം കൂടി വന്നപ്പോൾ ഒരു കുറവും ഒന്നിനും വരുത്തരുത് എന്ന് കരുതി രോഹിണി മാതാവ് അത്രത്തോളം നന്നായിട്ട് ആ ഗോപികമാരെ സത്കരിക്കുകയാണ്. അവർ രോഹിണി മാതാവിൻ്റെ അംഗകാന്തി അത്രത്തോളം പറയേണ്ടതായിരുന്നു എന്നാണ് പറയുന്നത്. ഗൗരവർണ്ണമായിരുന്നു. ശരീരത്തിൽ ദിവ്യ വസ്ത്രങ്ങളും രത്നങ്ങളും ഉണ്ടായിരുന്നു. ലക്ഷ്മി ദേവിയെ പോലെ ശോഭിച്ചുകൊണ്ട് ആ വ്രജാംഗനമാരെ സത്കരിച്ചുകൊണ്ട് രോഹിണി മാതാവ് അവിടെയെല്ലാം ഓടി നടന്നു എന്നാണ് പറയുന്നത്. പരിപൂർണതമനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ വ്രജത്തിൽ എല്ലായിടത്തും വാദ്യഘോഷം മുഴങ്ങി. വളരെ ഉച്ചത്തിൽ ജയജയാകാരം മുഴങ്ങി. ശിശിചുർഹർഷിതാസ്തത്ര ജഗുരുച്ചൈ പരസ്പരം ബഹിരന്തപുരീ ജാതി സർവതോദധികർദമീ വൃത്താശ്ച സ്ഥൂലദേഹാശ്ച പീതുർഹാസ്യം കൃതം പരൈഃ സൂതാ പൗരാണികാഃ പ്രോക്താമാഗതാ വംശശംസകാഃ ബന്ദിനസ്ത്വമലപ്രജ്ഞാ പ്രസ്താവസദൃശോക്തയാം തേഭ്യോ നന്ദോ മഹാരാജ സഹസ്രം ഗഃ പൃഥക് പൃഥകം. അവിടെ എല്ലായിടത്തും ജയജയാരവം മുഴങ്ങി. അപ്പോൾ ഗോപികമാർ പാല്, തൈര്, നെയ്യ് എന്നിവയാലും വെണ്ണ കൊണ്ടും ഹർഷോല്ലാസത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എറിയാൻ തുടങ്ങി. അവർ ആനന്ദം തിരതല്ലിയിട്ട് ആനന്ദത്തിൻ്റെ ആധിക്യത്താൽ അവർക്ക് എന്തു തന്നെ ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അവിടെ സുലഭമായിട്ടുണ്ടായിരുന്നത് പാലും തൈരും വെണ്ണയും നെയ്യുമൊക്കെയാണ്. അപ്പോൾ അവർ ആ സന്തോഷം കൊണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും വാരി എറിയാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അതോടൊപ്പം അവർ ഉച്ചത്തിൽ പാടുകയും ചെയ്തു. നന്ദഭവനത്തിൻ്റെ അകത്തും പുറത്തും തൈര് വീണ് കിടന്നു. അതിൽ വയസ്സന്മാരും തടിയന്മാരും ഒക്കെ വഴുതി വീണു. അത് കണ്ടിട്ട് മറ്റുള്ളവർ പൊട്ടിച്ചിരിച്ചു. എവിടെയും സന്തോഷവും ആനന്ദവുമാണ് കാണുന്നത്. അതാണ് ഇവിടെ വർണ്ണിക്കുന്നത്. പൗരാണിക സമൂഹത്തെയും അവിടെ വന്നിരുന്ന പൗരാണിക സമൂഹത്തെയും വംശത്തിൻ്റെ പ്രശംസകരെയും നിർമ്മല ബുദ്ധിയുള്ളവരെയുമായ ബന്ധുജനങ്ങളെയും നന്ദഗോപർ ബഹുമാനിച്ച് അവർക്ക് 1000 പശുക്കൾ വീതം വെവ്വേറെ ദാനം ചെയ്തു. വസ്ത്രങ്ങൾ, ആഭൂഷണങ്ങൾ, രത്നങ്ങൾ, കുതിരകൾ, ആനകൾ എന്നിവയും അദ്ദേഹം വേണ്ടത്ര ദാനം ചെയ്തു. വ്രജഭൂമിയിലെ തെരുവുകൾ തോറും വീടുകൾ തോറും നിധി, സിദ്ധി, വൃദ്ധി, ഭുക്തി, മുക്തി എന്നിവ കിടന്ന് ഉരുളുന്നത് കാണാമായിരുന്നു. ഗർഗമുനി ഇത് ഒരു അലങ്കാര രൂപേണ പറഞ്ഞിരിക്കുകയാണ്. പരിപൂർണതമനായ ശ്രീകൃഷ്ണ ഭഗവാനല്ലേ ജനിച്ചിരിക്കുന്നത്. എല്ലാ ദേവതമാരും എല്ലാ സിദ്ധികളും അവിടെ ഭഗവാന്റെ ആ കാൽപാദങ്ങളിലൊന്ന് സ്പർശിക്കുവാൻ വേണ്ടി അവിടേക്ക് ഓടിയെത്തി എന്നാണ് പറയുന്നത്. സനൽ കുമാര കപില ശുഗവ്യാസാദിഭിസ്സഹ ഹംസദത്തപുലസ്ത്യാദിർമയാ ബ്രഹ്മാ ജഗാമഹ ഹംസാരൂഢോ ഹേമവർണോ മുകുടീ കുണ്ഡലീ സ്ഫുരത്
ഇനി അവിടെ വന്ന ദിവ്യാത്മാക്കൾ മഹാത്മാക്കൾ ആരൊക്കെയാണെന്നാണ് പറയുന്നത്. സനത് കുമാരന്മാർ, ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായ സനത് കുമാരന്മാർ, കപിലൻ, ശുകൻ, വ്യാസൻ, അതുപോലെ ഹംസം, ദത്താത്രേയൻ, പുലസ്ത്യൻ, നാരദ മഹർഷി തന്നെയും അവിടെ എത്തിയ കാര്യം അവിടെ പറയുന്നുണ്ട്. എന്നിവരോടൊപ്പം ബ്രഹ്മദേവനും അവിടെ വന്നു. ബ്രഹ്മാവിന്റെ വർണ്ണം ഉരുക്കിയ സ്വർണത്തെ പോലെയായിരുന്നു. ഇനി ഓരോ ദിവ്യാത്മാക്കളും മഹാത്മാക്കളും അവിടെ എത്തിച്ചേർന്നു. ഇനി അവരെ വർണ്ണിക്കുകയാണ്. ആ എത്തിയ ദിവ്യാത്മാക്കളെ ഗരഗമഹർഷി നമുക്ക് വർണ്ണിച്ചു തരികയാണ്. രഥാരൂഢോരവി സാക്ഷാത് ഗജാരൂഢഃ പുരന്ദരഃ വായുശ്ചങ്കജനാരൂഢോ യമോ മഹിഷവാഹന ധനദ പുഷ്പകാരൂഢോ മൃഗാരൂഢക്ഷപേശ്വരാം. ഓരോരുത്തരും അവരവരുടെ വാഹനങ്ങളിലാണ് എത്തിയത് എന്നാണ് പറയുന്നത്. ഓരോ ദേവതമാർക്കും ഓരോ വാഹനം കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അവരുടെ ആ പ്രത്യേക വിശേഷണത്തെ നമുക്ക് മനസ്സിലാക്കി തരാനാണ് ഈ ഓരോ വാഹനങ്ങളെയും സാങ്കല്പികമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മാവ് ഹംസത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് എല്ലായിടത്തും പ്രകാശിപ്പിച്ചുകൊണ്ടാണ് അവിടെ വന്നെത്തിയത്. അദ്ദേഹത്തിന്റെ പിന്നാലെ ഭൂതങ്ങളാൽ ആവൃതനായി വൃഷഭാരൂഢനായി മഹേശ്വരനും വന്നു. പിന്നീട് രഥത്തിൽ കയറിയ സൂര്യദേവനും ഐരാവതത്തിനും മുകളിൽ ദേവരാജൻ ഇന്ദ്രനും കൂടാതെ വാലാട്ടിപ്പക്ഷിയുടെ മേൽ വായുദേവനും അവിടെ എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത്. അജാരൂഢോ വീതിഹോത്രോ വരുണോ മകരസ്ഥിതഃ മയൂരസ്തകാർത്തികേയോ ഭാരതീ ഹംസവാഹിനി ലക്ഷ്മീ ച ഗരുഡാരൂഢ ദുർഗാഖ്യാ സിംഹവാഹിനി ഗോരൂപധാരിണി പൃഥ്വി വിമാനസ്ഥാ സമായയൗ ദോലാരൂഢ ദിവ്യവർണാ മുഖ്യാ ഷോഡശ മാതൃകാഹം ഷഷ്ടി ച ശിബികാരൂഢ ഖഡ്ഗാരിയഷ്ടിധാരിണീ മംഗളോ വാനരാരൂഢോ ഭാസാരൂഢോ ബുധസ്മൃതഃ ഗീഷ്പതി കൃഷ്ണസാരഥ്യ ശുക്രോ ഗവയവാഹനം ശനിശ്ച മകരാരൂഢ ഉഷ്ട്രസ്തസിംഹികാസുതം കോടിബാലാർക്കസംഘാശ ആയയൗ നന്ദമന്ദിരം കോലാഹലസമായുക്തം ഗോപഗോപീഗണാകുലം. ഓരോ ദേവതമാരും അഷ്ടദിക്പാലകരും എല്ലാവരും അവരവരുടെ വാഹനങ്ങളിൽ അവിടെ എത്തിച്ചേർന്നു. പോത്തിനു മുകളിൽ കയറിയ യമരാജനും പുഷ്പക വിമാനത്തിൽ കയറിയ കുബേരനും കൃഷ്ണമൃഗത്തിനു മുകളിൽ കയറിയ ചന്ദ്രദേവനും കോലാടിനുമേൽ അഗ്നിദേവനും മുതലയുടെ പുറത്ത് വരുണദേവനും മയിലിനു മുകളിൽ കാർത്തികേയനും ഹംസത്തിനു മുകളിൽ സരസ്വതീ ദേവിയും ഗരുഡനു മുകളിൽ ലക്ഷ്മി ദേവിയും സിംഹത്തിനു മുകളിൽ ദുർഗാദേവിയും പശുവിന്റെ രൂപത്തിൽ ഭൂമിദേവിയും അവിടെ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ വന്നെത്തിച്ചേർന്നു. കൂടാതെ ദിവ്യകാന്തിയുള്ളവരായ 16 മാതാക്കന്മാരും അവിടെ വന്നെത്തിച്ചേർന്നു. ചക്രം, വാൾ, ഹാരം എന്നിവയേന്തി ഷഷ്ഠി ദേവിയും പല്ലക്കിൽ വന്നെത്തി. മംഗള ദേവത കുരങ്ങിന്റെ മുകളിലും ബുധൻ ഭാസപക്ഷിയുടെ മുകളിലും എത്തിച്ചേർന്നു. കറുത്ത കൃഷ്ണമൃഗത്തിൽ കയറി ബൃഹസ്പതിയും ആര്യമാന്റെ മുകളിൽ ശുക്രാചാര്യനും മകരമത്സ്യത്തിനു മുകളിൽ ശനിയും ഒട്ടകത്തിനു മുകളിൽ രാഹുവും എത്തിച്ചേർന്നു. ഓരോ ദേവതമാരുടെയും അവരുടെ പ്രവൃത്തി, അവരുടെ കർമ്മം, അവരുടെ ഫലം, അവരുടെ വിശേഷണങ്ങൾ അത് വെച്ചിട്ടാണ് ഓരോ വാഹനങ്ങളും കൽപ്പിച്ചിരിക്കുന്നത്. അതിനു മുകളിൽ എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത്. നന്ദഗോപന്മാരുടെയും ഗോപികമാരുടെയും കൂട്ടങ്ങൾ തന്നെ കാണാമായിരുന്നു. ദേവന്മാർ അവിടെ കുറച്ചു സമയം താമസിച്ചതിന് ശേഷം ഭഗവാനെ കണ്ട് വണങ്ങി തിരിച്ചുപോയി. പരിപൂർണതമം സാക്ഷാത് ശ്രീകൃഷ്ണം ബാലരൂപിണം നത്വാ ദൃഷ്ട്വാ തദാ ദേവാ ചക്രുസ്തസ്യ സ്തുതിം പരാം വീക്ഷ്യ കൃഷ്ണം തദാ ദേവാ ബ്രഹ്മാദ്യാ ഋഷിഭിഃ സഹ സ്വധാമാനിയയുഃ സർവേ ഹർഷിതാ പ്രേമവിഹ്വലാഃ. പരിപൂർണതമനായ ബാലരൂപിയായ ആ ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടിട്ട് അവർ സ്തുതി പാടി. ബ്രഹ്മാവ് മുതലായ മുഴുവൻ ദേവന്മാരും ഋഷിമാരോടൊപ്പം അവിടെ ശ്രീകൃഷ്ണ ഭഗവാനെ ദർശിച്ച് പ്രേമവിഹ്വലരും ഹർഷോല്ലാസരുമായി സ്വന്തം ധാമങ്ങളിലേക്ക് തിരിച്ചുപോയി. ഭഗവാനെ കണ്ടു വണങ്ങി, ഭഗവാനെ സ്തുതിച്ച്, ഭഗവാനിന് അഭിവാദ്യം അർപ്പിച്ചിട്ട് അവർ ആനന്ദദായകനായ ആ ഭഗവാന്റെ രൂപം കണ്ണിലും മനസ്സിലും നിറച്ചുകൊണ്ട് അവിടെ നിന്നും സ്വന്തം ധാമത്തിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അതീവ ദുർലഭമായ ആ പരിപൂർണതമനായ
ഭഗവാനെ ആ ബാലക രൂപത്തിൽ ദർശിക്കാനാണ് ഈ ദിവ്യാത്മാക്കളെല്ലാം സൂക്ഷ്മരൂപേണ അവിടെ എത്തിച്ചേർന്നത്. ഗോപന്മാരും കൂട്ടം കൂട്ടങ്ങളായിട്ട് തന്നെ അവിടെ എത്തിക്കൊണ്ടേയിരുന്നു. ആനന്ദം എവിടെയും അലയടിച്ചു. അങ്ങനെ ഗോകുലമാകെ ആനന്ദോത്സവത്തിൽ അങ്ങനെ തിരിയടിച്ചുകൊണ്ടേയിരുന്നു. നമ്മുടെ മനസ്സിലും ഭഗവാൻ അവതരിച്ചു കഴിഞ്ഞ് നമ്മുടെ ഉള്ളിലും ആ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതി ഉണ്ടായിരിക്കണം. ഭഗവാൻ നമ്മുടെ ചിത്തത്തിലാണ് അവതരിക്കേണ്ടത്. അപ്പോൾ ഉത്സവം ഉണ്ടാകേണ്ടതും നമ്മുടെ ചിത്തത്തിൽ തന്നെയാണ്. അടുത്ത അങ്ങനെ 12-ാം അധ്യായം ഇവിടെ സമാപ്തമാവുകയാണ്. ഇനി അടുത്തത് 13-ാം അധ്യായം പൂതന മോക്ഷമാണ്. നമുക്കത് അടുത്ത ആഴ്ച നോക്കാം. സർവം കൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. तेरे होठ मधुर है, मुख भी मधुर, तेरे नयन मधुर, मुस्कान मधुर, हृदय भी मधुर है, चाल मधुर, मधुराधिपते सर्वस्व मधुर, मधुराधिपते सर्वस्व मधुर.